ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല അവസരത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ കർത്താവ് നൽകിയ നല്ല ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ആഴ്ചകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന മാറ്റമില്ലാത്ത തിരുവചനത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ചിന്തിക്കുവാൻ കർത്താവ് സാഹചര്യങ്ങളെ ഒരുക്കിയതിനാൽ കർത്താവിനെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പലരെയും സന്ദർശിക്കുവാനിടയായി അനേകർ വിളിച്ചു പറഞ്ഞ നല്ല സാക്ഷ്യങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് താങ്കൾ വിളിച്ചു പറയുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പലരെയും കർത്താവ് സൗഖ്യമാക്കുന്നു. വിടുതൽ പ്രാപിച്ചവർ ഈ കാലഘട്ടത്തിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നിന്ന് ഈ പകൽക്കാലം അല്പനേരം സംസാരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാമത്തെ വാക്യം. യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷകൾ കഴിഞ്ഞ യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ ക്രൂശിക്കപ്പെട്ടു, മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് 3-ാം ദിവസം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തി അവരെ അനുഗ്രഹിച്ച് പറയുന്ന ഒരു സന്ദേശമാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഇതുവരെ ആർക്കും സ്വർഗത്തിലും ഭൂമിയിലുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടില്ല. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള അധികാരങ്ങൾ അവൻ കർത്താവായ യേശുവിനല്ലാതെ മറ്റൊരു വ്യക്തിക്കും ശക്തിക്കും നൽകപ്പെട്ടിട്ടില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അല്പം വിസ്തീകരിച്ചത് ആ ഭാഗം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിൽ പല ഉന്നതന്മാർ വന്നിട്ടുണ്ട്, ചക്രവർത്തികൾ വന്നിട്ടുണ്ട്, ഈ ലോകത്തെ ഭരിച്ച അനേക ഉന്നതന്മാർ എഴുന്നേറ്റിട്ടുണ്ട്. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, നെപ്പോളിയൻ, നമ്മുടെ ഭാരതത്തെ ഭരിച്ച പല മഹാന്മാരായ പുരുഷന്മാർ, രാജാക്കന്മാരെല്ലാം ഉണ്ടായിരുന്നു. എന്തിന് ഇന്നും ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രസിഡന്റുമാർ, ജനാധിപതികൾ, അല്ലെങ്കിൽ പ്രഥമ മന്ത്രികൾ, പ്രധാനമന്ത്രികൾ, മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, കളക്ടറുകൾ എന്ന് വേണ്ട അധികാരമുള്ള പലരെയും നമുക്ക് ഈ ലോകത്തിൽ കാണുവാൻ കഴിയും. സാധാരണ വ്യക്തിക്ക് അധികാരമുണ്ട്, ഒരു കുടുംബത്തിൻ്റെ മേൽ ഒരു പിതാവിന് അധികാരമുണ്ട്, ഭാര്യയുടെ മേൽ ഭർത്താവിന് അധികാരങ്ങളുണ്ട്, ഒരു വസ്തുവിൻ്റെ മേലുള്ള അധികാരങ്ങളുണ്ട്, ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതലക്കാരായ ഡിസ്ട്രിക്റ്റിൻ്റെ മേൽ അധികാരമുള്ളവരുണ്ട്, സ്റ്റേറ്റിൻ്റെ മേൽ അധികാരമുള്ളവരുണ്ട്, എന്തിന് രാജ്യത്തിന്മേൽ അധികാരമുള്ളവരുണ്ട്. എന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള ഉന്നതന്മാർ ആരും ഈ ലോകത്തിലില്ല. ആമേൻ. ഭരിക്കുന്ന ഭരണകർത്താക്കന്മാർക്ക് അവരുടെ അതിർത്തികളുടെ മേൽ അധികാരമുണ്ട്. തമിഴ്നാട്ടിൽ ഭരണം ചെയ്യുന്ന ഒരു ചീഫ് മിനിസ്റ്റർക്ക് കേരളത്തിൻ്റെ മേൽ അധികാരം ചെലുത്തുവാൻ കഴിയത്തില്ല. എന്തിന്? കേരളത്തിൽ അധികാരം ചെലുത്തുന്ന ചീഫ് മിനിസ്റ്റർക്ക് അല്ലെങ്കിൽ ഒരു ഭരണ അധികാരിക്ക് മറ്റൊരു മേഖലകളിൽ അധികാരം ചെലുത്തുവാൻ കഴിയത്തില്ല. ഇന്ത്യയെ ഭരിക്കുന്ന ഭരണകർത്താവിന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ ചെന്ന് അധികാരം ചെലുത്തുവാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവായ യേശു പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമെന്ന് പറയുമ്പോൾ ആമേൻ ഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, സ്വർഗത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മേൽ കർത്താവായ യേശുവിന് അധികാരമുണ്ട്, പ്രപഞ്ചത്തിൻ്റെ മേൽ കർത്താവായ യേശുവിന് അധികാരമുണ്ട്, സമുദ്രത്തിൻ്റെ മേൽ കർത്താവിന് അധികാരമുണ്ട്, വാനത്തിൻ്റെ മേൽ, ആകാശവിധാനത്തിൻ്റെ മേൽ കർത്താവിന് അധികാരമുണ്ട്, കാറ്റിൻ്റെ മേൽ, തീയുടെ മേൽ, കടലിൻ്റെ മേൽ, വെള്ളത്തിൻ്റെ മേലെ അധികാരമുള്ളവൻ. ഇനിയും അല്പം കൂടെ വിസ്തരിച്ച് കടന്നുപോയാൽ പൈശാചിക ശക്തികളുടെ മേൽ യേശുവിന് അധികാരമുണ്ട്.
മർക്കോസിന്റെ സുവിശേഷം 4-5 അധ്യായങ്ങളിൽ കർത്താവായ യേശുവിൽ കൂടെ വ്യാപരിച്ച 5 അധികാരങ്ങളെ ഈ പകൽക്കാലം ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 5-ാം അധ്യായം, ഈ 2 അധ്യായങ്ങളിൽ തുടർമാനമായി യേശുവിൻ്റെ പ്രവർത്തിയിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ട 5 അധികാരങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായി മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാമത്തെ വാക്യം. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ ലോകം ഭരിച്ച ഒരു ഭരണകർത്താവും കാറ്റിനോടോ കടലിനോടോ ശാന്തമാകുവാൻ അടങ്ങുവാൻ കൽപ്പിച്ചിട്ടില്ല. അവർ കൽപ്പിച്ചത് കേട്ട് കാറ്റും കടലും അടങ്ങിയിട്ടുമില്ല. എന്നാൽ അൽവയും ഒമേഗയുമായ സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പടകിലിരുന്നിട്ട് കാറ്റിനോട് ശാന്തമാകുക എന്ന് പറയുന്നു, കടലിനോട് അടങ്ങുക എന്ന് പറയുന്നു. ആ വാക്ക് പുറപ്പെട്ടപ്പോൾ തന്നെ കാറ്റും കടലും അടങ്ങുവാൻ ഇടയായി. ഇവിടെ പറയപ്പെടുന്നതായ സംഭവം 4-ാം അധ്യായം 35-ാം വാക്യം വായിച്ചാൽ, അന്ന് സന്ധ്യയായപ്പോൾ, വൈകുന്നേരമായപ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുക, വരുവിൻ, നമുക്ക് അക്കരയ്ക്ക് കടന്നു പോകാം. അവർ ശിഷ്യന്മാരും യേശുവും ഒരുമിച്ച് ഒരേ പടകിൽ അക്കരയ്ക്ക് കടലിൻ്റെ മറുവശത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. 2024 ഈ പുതിയ വർഷത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ യാത്രകളുണ്ട്, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ യാത്രയുണ്ട്, ശുശ്രൂഷയുടെ മേഖലകളിൽ യാത്രയുണ്ട്. നാം എല്ലാവരും ഒരു യാത്രയുടെ നടുവിലാണ് ആയിരിക്കുന്നത്. എന്നാൽ ഈ യാത്രയുടെ നടുവിൽ അവൻ 2 സംഭവങ്ങളുണ്ട്. അറിയിച്ചു വരുന്നതിൻ്റെ പേർ ഇൻസിഡൻറ്റ്. അറിയിക്കാതെ പ്ലാൻ ചെയ്യാതെ നടക്കുന്ന ഒരു സംഭവമാണ് ആക്സിഡൻറ്റ്. ഈ കർത്താവും ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുന്ന പടകിൽ പെട്ടെന്നൊരു സംഭവം ഉണ്ടാകുന്നു. അവരുടെ യാത്ര എന്ന് പറയുന്നത് ഒരു ഇൻസിഡൻ്റ് ആണ്. പ്ലാൻ ചെയ്ത് കർത്താവും ശിഷ്യന്മാരുമായി പടക് കയറി അപ്പുറത്തേക്ക് കടന്നു പോവുകയാണ്. എന്നാൽ പ്ലാൻ ചെയ്തു പോകുന്ന യാത്രയുടെ നടുവിൽ പ്ലാൻ ചെയ്യാതെ വരുന്ന, പെട്ടെന്ന് വരുന്ന ഒന്നിൻ്റെ പേരാണ് ആക്സിഡൻറ്റ്. കുടുംബജീവിതം പ്ലാൻ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ പ്ലാൻ ചെയ്യാതെ അവിടെ വന്നു ഭവിക്കുന്ന ചില അർത്ഥങ്ങളുണ്ട്. ആമേൻ. ജോലി മേഖലകളിൽ പ്ലാൻ ചെയ്ത് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് പല കാര്യങ്ങൾ ചെയ്ത് ജോലി ലഭിച്ചു, വലിയ പ്രതീക്ഷകളുമായി പോകുന്ന ജോലിയിൽ പെട്ടെന്ന് വരുന്ന ആക്സിഡൻറ്റുകളുണ്ട്. പഠനത്തിൽ ഇതുപോലെ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ പ്ലാൻ ചെയ്ത് നടക്കുന്ന ഇൻസിഡൻറ്റുകളുമുണ്ട്, പ്ലാൻ ചെയ്യാതെ സംഭവിക്കുന്ന ആക്സിഡൻറ്റുകളുമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ദൂതായി വിളിച്ചു പറയുകയാണ്, ജീവിതത്തിലുള്ള ഇൻസിഡൻറ്റുകളും ദൈവം അറിയുന്നു, ആക്സിഡൻറ്റുകളും അറിയുന്നു. നമുക്ക് ഇൻസിഡൻറ്റും ആക്സിഡൻറ്റും ഉണ്ടെങ്കിൽ കർത്താവിന് ഇൻസിഡൻ്റ് എന്നോ ആക്സിഡൻ്റ് എന്നോ വ്യത്യാസമില്ല. കാരണം എല്ലാം ദൈവം അറിയുന്നു. ദൈവം അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. വരുവിൻ, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ യാത്രമധ്യേ എന്തെല്ലാം സംഭവിക്കും, എവിടെയെല്ലാം നിർത്തണം, എന്തെല്ലാം വഴി കൂടെ പോകണം, ഏത് സമയത്ത് ഈ വള്ളം അല്ലെങ്കിൽ ഈ പടക് അക്കരയിൽ ചെന്നെത്തും, അക്കരയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും, സകലതും അറിയാവുന്ന കർത്താവ് ശാന്തമായി പടകിലിരിക്കുന്നു. ഒരു അറിവുമില്ലാത്ത ശിഷ്യന്മാർ അങ്കലായ്ക്കുകയാണ്, ആവലാതിപ്പെടുകയാണ്. ഈ പകൽക്കാലം ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, താങ്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് താങ്കൾക്ക് ഇന്ന് കഷ്ടമായിരിക്കാം, അത് പ്രതികൂലമായി ബാധിക്കുന്ന വിഷയങ്ങളായിരിക്കാം. എന്നാൽ സകലതും അറിയുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ അക്കരയിൽ കൊണ്ട് ചേർക്കുവാൻ ദൈവത്തിന് കഴിയും. യാത്ര പുറപ്പെട്ടു പോയി. പെട്ടെന്നാണ് കാറ്റും കടലും ഓടങ്ങൾ ഉണ്ടാക്കുന്നത്. വലിയ കാറ്റടിക്കുന്നു. ആ കാറ്റിൻ്റെ ഇളക്കത്താൽ സമുദ്രത്തിൻ്റെ തിരമാലകൾ
ഉയരുവാൻ തുടങ്ങി. ആ തിരമാലകൾ വള്ളത്തെ മുക്കുന്നത് പോലെ വള്ളത്തിൻ്റെ അകത്ത് വെള്ളം കൊണ്ട് നിറയുന്നു. വെള്ളം നിറയുമ്പോൾ ശിഷ്യന്മാർ പലതും ചെയ്തു. എക്സ്പീരിയൻസ്ഡ് ഫിഷർമാൻ, വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമുള്ള, കടൽ യാത്ര ചെയ്ത് വളരെ അനുഭവമുള്ള മീൻപിടുത്തക്കാരായ ശിഷ്യന്മാരാണ് ഈ വള്ളത്തിലിരിക്കുന്നത്. എന്നാൽ അവർ ഭയപ്പെടുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് അറിവുമുണ്ട്, നമുക്ക് അനുഭവങ്ങളുണ്ട്, നമുക്ക് വ്യത്യസ്തമായ താല്പര്യങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട്. എന്നാൽ ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ അനുഭവം കൊണ്ടോ അറിവ് കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ, അതുകൊണ്ട് പ്രയോജനമില്ലാതെ വരുമ്പോൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, കർത്താവിനെ വിളിച്ച് ഉണർത്തുക. ശിഷ്യന്മാർ കർത്താവിനെ വിളിച്ചു ഉണർത്തി. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ആ ശബ്ദത്തിൽ എഴുന്നേറ്റ കർത്താവ് പറയുകയാണ്, കാറ്റേ ആമേൻ ശാന്തമാകുക. എന്നാൽ ഈ കടൽ ഇളക്കത്തിൻ്റെ കാരണം എന്താണ്? കാറ്റാണ്. കർത്താവ് ആദ്യമായി ശാസിക്കുന്നത് കാറ്റിനെ, രണ്ടാമത് പറയുകയാണ് കടലെ അടങ്ങുക. ഈ രണ്ട് വാക്കുകൾ, കാറ്റെ ശാന്തമാകുക, കടലെ അടങ്ങുക എന്ന് പറയുന്ന രണ്ട് വാക്കുകളിൽ മനുഷ്യന് ചെവിയുണ്ട്, എന്നാൽ കേൾക്കുന്നില്ല. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്തവർ. എന്നാൽ കാറ്റിനും കടലിനും നാം കാണുന്നത് പോലെ ചെവിയില്ല. ചെവിയില്ലെങ്കിലും സൃഷ്ടാവാം ദൈവം വിളിച്ച് പറയുന്ന വചനത്തെ അത് കേൾക്കുന്നു. മനുഷ്യൻ പലപ്പോഴും ദൈവം പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിലും കർത്താവായ യേശുവിൻ്റെ വാക്ക് കേട്ട പ്രപഞ്ചം അനുസരിക്കുന്നു. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് പറഞ്ഞത്. ഈ പകൽക്കാലം സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അടങ്ങാത്ത പ്രശ്നങ്ങൾ, തീരാത്ത പ്രശ്നങ്ങൾ, അടങ്ങാത്ത കാറ്റുകൾ, വെല്ലുവിളികൾ താങ്കളുടെ ജീവിതത്തിൽ മാറുവാൻ പോകുകയാണ്. പറയണം, യേശുവേ എൻ്റെ പ്രശ്നത്തിൽ എഴുന്നേൽക്കുക. എൻ്റെ പ്രശ്നത്തിൽ കർത്താവ് എഴുന്നേറ്റിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. സദാധിപൻ അതാണ് പറഞ്ഞത്, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന മാന്യ പ്രേക്ഷകരോട് പറയട്ടെ, കർത്താവിൻ്റെ വചനത്തിൽ അത്ഭുതം നടക്കും. കർത്താവിൻ്റെ വചനത്തിൽ അധികാരമുണ്ട്, കർത്താവിൻ്റെ വചനത്തിൽ ശക്തിയുണ്ട്. ഈ ശക്തിയുള്ള വചനം വെളിപ്പെടുമ്പോൾ ആ പ്രതികൂലമായ കാറ്റ്, പ്രതികൂലമായ കടൽ, പ്രതികൂലമായ പ്രപഞ്ചം ശാന്തമാകുവാനിടയാകും. കർത്താവായ യേശുവിന് പ്രപഞ്ചത്തിൻ്റെ മേൽ, പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. രണ്ടാമതായി യേശു കടന്നു വരികയാണ്. അക്കരയ്ക്ക് അവരെത്തി. അവിടെ ലേഗിയോൻ എന്ന് പറയുന്ന 6000 ദുർഭൂത ശക്തികളാൽ ബാധിക്കപ്പെട്ടതായ ഒരു മനുഷ്യൻ പ്രേത കല്ലറകളിലിരുന്ന് പുറത്തു വരികയാണ്. അവൻ യേശുവിനെ നോക്കി പറയുന്നു, യേശുവേ, ദാവീദിൻ്റെ കുമാരൻ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? കാലം വരുന്നതിന് മുൻപേ എന്നെ പുറത്താക്കേണ്ടതിന് വന്നിരിക്കുകയാണോ? പലപ്പോഴും ശത്രുവായ സാത്താൻ അറിയുന്നത് ശിഷ്യന്മാർക്കറിയുന്നില്ല. ആ മുമ്പത്തെ ഭാഗത്ത് 4ന്റെ അവസാനത്ത് ശിഷ്യന്മാർ പറയുകയാണ് ഇവൻ ആരെന്ന്. എന്നാൽ ഭൂതം വിളിച്ച് പറയുന്നു, ഇവൻ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. കർത്താവ് ഈ പകൽക്കാലം നമ്മുടെ ചെവികളെ തുറക്കട്ടെ. കർത്താവ് പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ. രണ്ടാമതായി ഭൂതത്തോട് കർത്താവ് കൽപ്പിക്കുകയാണ്. അതിൻ്റെ 5-ാം അധ്യായം 8-ാമത്തെ വാക്യം, 5-ാം അധ്യായം 8-ാം വാക്യം, മർക്കോസ് 5:8. അശുദ്ധാത്മാവേ, അശുദ്ധ ആത്മാവേ, ഈ മനുഷ്യനെ വിട്ടുപോ, ഈ മനുഷ്യനെ വിട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. യേശുവിൻ്റെ കൽപ്പന പുറപ്പെട്ടപ്പോൾ 6000 ദുർഭൂതങ്ങൾ ക്ഷണത്തിൽ അവനെ വിട്ടുപോകുവാനിടയായി. മന്ത്രി കൽപ്പിച്ചാൽ പോകാത്തത്, പ്രസിഡന്റ് കൽപ്പിച്ചാൽ പോകാത്തത്,
അധികാരമുള്ള പോലീസ് ഓഫീസർ, അധികാരമുള്ള ഉന്നതന്മാർ പറഞ്ഞാൽ ഭൂതം വിട്ടു പോകത്തില്ല. എന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായ യേശുവിൻ്റെ വാക്കിൽ ഒരു ഭൂതത്തിനും നിൽക്കുവാൻ കഴിയത്തില്ല, ഒരു ആഭിചാരത്തിനും ഒരു അന്ധകാര ശക്തിക്കും നിൽക്കുവാൻ കഴിയത്തില്ല. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, താങ്കളുടെ ജീവിതത്തിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ കീഴ്പ്പെടുകയാണ്. യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന അധികാരമുള്ള വചനം പുറപ്പെട്ടു വരുമ്പോൾ ഒരു ശക്തിക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. ഒരു മനുഷ്യൻ്റെ അകത്ത് 6000 ഭൂതങ്ങളിരുന്നു. 6000 ഭൂതങ്ങളും ഒരുമിച്ച് അപേക്ഷിക്കുകയാണ്, കർത്താവേ, ഞങ്ങളെ ഇറക്കി വിടുന്നെങ്കിൽ, ഞങ്ങളെ ഓടിച്ചു വിടുന്നെങ്കിൽ പന്നിക്കൂട്ടത്തിൻ്റെ അകത്തേക്ക് അയക്കണം. 2000 പന്നികൾക്കകത്ത് 6000 ഭൂതം കയറുന്നു. അങ്ങനെയെങ്കിൽ ഒരു പന്നിയുടെ അകത്ത് 3 ഭൂതങ്ങൾ വെച്ച് 6000 ഭൂതങ്ങൾ 2000 പന്നികളുടെ അകത്ത് കയറിയപ്പോൾ ആ പന്നികളെല്ലാം ഒരു ഉയർന്ന മലയിൽ നിന്ന് സമുദ്രത്തിലേക്ക് ചാടി അതെല്ലാം ചത്തുപോകുവാനിടയായി. ഒരു ചോദ്യം, 6000 ഭൂതമുള്ള മനുഷ്യൻ അതേ മലയിൽ തന്നെ അവൻ താമസിച്ചു, എന്നാൽ അവൻ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തില്ല. എന്നാൽ 6000 ഭൂതം 2000 പന്നികളുടെ അകത്ത് പോയപ്പോൾ അത്രയും പന്നികൾ ചത്തു. കാരണം എന്താണ്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അവൻ്റെ അകത്ത് ഭൂതമല്ല, ഇനി ഏത് കെട്ടിൽ അവൻ അകപ്പെട്ടിരുന്നാലും ഒരു ശക്തിക്കും അവനെ നശിപ്പിക്കുവാൻ കഴിയത്തില്ല. ഈ പകൽക്കാലം ബന്ധിക്കപ്പെട്ട ചിലർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. പൈശാചികമായ ബന്ധനങ്ങളെ മുറുക്കപ്പെട്ടവർ, കുടുംബത്തിൻ്റെ അകത്തളകളിൽ സമാധാനമില്ലാതെ കല്ലറകളിൽ താമസിക്കുന്നത് പോലെ സ്വന്തം കൈകൊണ്ട് ശരീരം മുറിപ്പെടുത്തിക്കൊണ്ട് ജീവനും മരണത്തിനുമിടയ്ക്ക് മല്യുദ്ധ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഈ പകൽക്കാല ദൂത് വിളിച്ച് പറയട്ടെ, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. കുഞ്ഞെ, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. സഹോദര, താങ്കളെ ദൈവത്തിന് ആവശ്യമുണ്ട്. സഹോദരി, താങ്കളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. യേശുവിൻ്റെ അടുത്ത് വന്നാൽ ഭൂതത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ ഈ പകൽക്കാലം കൽപ്പിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകും. മൂന്നാമതായി യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ളതായ വേദഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരിക്കുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ട് അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 12 സംവത്സരങ്ങളായി രക്തസ്രാവമുള്ളതായ ഒരു സ്ത്രീ തനിക്കുള്ള സകല ആസ്തികളും തനിക്കുള്ള സകല സമ്പത്തും ആ രോഗത്തിൻ്റെ വിടുതലിന് വേണ്ടി ചെലവ് ചെയ്തിട്ടും അല്പം പോലും ഭേദം വരാതെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ ലോകത്തിലെ മെഡിസിനെ കൊണ്ട് കഴിയാത്തത്, ആസ്പത്രികളെ കൊണ്ട് കഴിയാത്തത്, ഡോക്ടർമാരെ കൊണ്ട് കഴിയാത്തത് എൻ്റെ യേശുവിനെ ചെയ്യുവാൻ കഴിയും. ഒരിക്കൽ കൂടെ പറയാം, ഈ ലോകത്തിലെ വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്ന സ്ഥലത്ത് യേശു വിജയിക്കുന്നവനായി വെളിപ്പെടും. രോഗത്തിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട്. ഒന്ന്, പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ. 2, ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവൻ, പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുള്ളവൻ. 3, രോഗശക്തികൾ. ഈ ലോകത്തിൽ പലവിധമായ രോഗങ്ങളുണ്ട്. മെഡിക്കൽ സയൻസ് പേര് ഇട്ടിട്ടുള്ള രോഗങ്ങളുണ്ട്, പേര് ഇടാത്ത രോഗങ്ങളുണ്ട്. മരുന്നുകൾ കണ്ടുപിടിച്ച രോഗങ്ങളുണ്ട്, മരുന്നുകളില്ലാത്ത രോഗമുണ്ട്. മരുന്ന് കൊണ്ട് നിത്യമായി ഭേദമാക്കുവാൻ കഴിയാത്ത രോഗങ്ങളുമുണ്ട്.
മരുന്നുണ്ടെങ്കിലും ആശ്വാസം നൽകുന്ന രോഗങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, കർത്താവായ യേശു തൊട്ടാൽ ആശ്വാസം ലഭിക്കുമെന്നല്ല, കർത്താവായ യേശു തൊട്ടാൽ അല്പനേരത്തേക്ക് സൗഖ്യം കിട്ടും, പിന്നെ രോഗം വരുമെന്നല്ല. യേശു സൗഖ്യമാക്കിയാൽ പൂരണമായ സൗഖ്യം. അത് ക്യാൻസർ ആകട്ടെ, എയ്ഡ്സ് ആകട്ടെ, ഡയബറ്റിക് ആകട്ടെ, തീരാത്ത മാരകമായ രോഗമാകട്ടെ, കുഷ്ഠരോഗമാകട്ടെ, പേരുള്ള രോഗമാകട്ടെ, പേരില്ലാത്ത രോഗമാകട്ടെ, എത്ര കടും പഥ്യമുള്ള രോഗങ്ങളാകട്ടെ, നിൽക്കുവാൻ കഴിയാത്ത രോഗമാകട്ടെ, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മനോഹരമായ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. യേശു അവളെ തൊട്ടെന്നല്ല, യേശു സൗഖ്യമാകുക എന്ന് കൽപ്പിച്ചെന്നല്ല, യേശുവിൻ്റെ സാന്നിധ്യമുള്ള ആ വസ്ത്രം, യേശു കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ മുൻപിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ ആ സ്ത്രീക്ക് അവസരം കിട്ടിയില്ല. എന്നാൽ വിശ്വാസത്തോട് പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടെ തൻ്റെ കരം നീട്ടി യേശുവിനെ അവൾ തൊട്ടു. യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ട ക്ഷണത്തിൽ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ട് അവൾ സൗഖ്യം പ്രാപിക്കുവാനിടയായി. ഈ സന്ദേശം ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തോട് താങ്കളുടെ അടുത്ത് നിൽക്കുന്ന യേശുവിനെ തൊടാൻ കഴിയുമോ? ഒരുപക്ഷെ കിടപ്പ് രോഗിയായിട്ടായിരിക്കാം താങ്കളായിരിക്കുന്നത്, സഹായിക്കുവാൻ ആരുമില്ലാതിരിക്കാം. ആത്മിക കണ്ണുകളൊന്ന് തുറക്കട്ടെ. താങ്കളായിരിക്കുന്ന കിടക്കയ്ക്ക് അരികിൽ, താങ്കളുടെ ബെഡിൻ്റെ അരികിൽ, താങ്കളുടെ വലതുഭാഗത്തായി യേശു നിൽക്കുന്നു. അവൻ്റെ കാൽപാദങ്ങളെ ഈ പകൽക്കാലം എൻ്റെ ആത്മാവിൽ ഞാൻ ദർശിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ ആ കര നീട്ടിപ്പൊന്ത് യേശുവിനെ തൊട്ടാൽ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട സ്ഥലത്ത്, മരുന്ന് കഴിച്ചിട്ട് സൗഖ്യമാകാത്ത രോഗം, ഓപ്പറേഷൻ ചെയ്തിട്ട് സൗഖ്യമാകാത്ത രോഗം, പല ആസ്പത്രികൾ കയറി ഇറങ്ങിയിട്ട് സൗഖ്യമാകാത്ത രോഗം, യേശുവിൻ്റെ സ്പർശനത്താൽ അത് സൗഖ്യമാകും. യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽക്കാലം സൗഖ്യം വ്യാപരിക്കട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ മാറട്ടെ. കിടക്കയിൽ കിടപ്പ് രോഗികളായി കിടക്കുന്നവർ ചാടി എഴുന്നേൽക്കട്ടെ, മുടന്തന്മാർ ചാടി എഴുന്നേൽക്കട്ടെ, ബന്ധിക്കപ്പെട്ടവർ ചാടി എഴുന്നേൽക്കട്ടെ, അസ്ഥികളിലേക്ക് ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഹാർട്ടിനെ ദൈവം തൊടുന്നു, ഡയബറ്റിക് പേഷ്യൻറ്റുകളെ ദൈവം തൊടുന്നു, കണ്ണ് കാണുവാൻ കഴിയാതെ അന്ധത പെട്ടവരെ ദൈവം തൊടുകയാണ്. മുടന്തന്മാർ സൗഖ്യമാകട്ടെ. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമൊന്നുമില്ല. ആമേൻ. നാലാമതായി, യേശു ക്രിസ്തു മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ. ഒന്ന്, യേശു പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ. രണ്ട്, പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുള്ളവൻ. മൂന്ന്, രോഗത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ. നാലാമതായി, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 41-42 വാക്യങ്ങൾ. കുട്ടിയുടെ കൈക്ക് പിടിച്ചു, ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന് അർത്ഥമുള്ള തലീഥ കൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ഐറോസ് എന്ന് പറയുന്ന ഒരു പള്ളി പ്രമാണിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആ മനുഷ്യൻ ഭക്തനായ ഒരു മനുഷ്യൻ, യേശുവിൻ്റെ മേൽ വിശ്വാസമുള്ളതായ ഒരു മനുഷ്യൻ. അവൻ്റെ മകൾക്ക് ദീനം പിടിച്ചപ്പോൾ തന്നെ ഡോക്ടറെ കാണിക്കാൻ മനസ്സില്ലാതെ ദീനം പിടിച്ച മകളെ വീട്ടിൽ വച്ചിട്ട് യേശുവിൻ്റെ അടുത്ത് പ്രാർത്ഥന ആവശ്യമായിട്ട് കടന്നു വരികയാണ്. അല്പം വൈകിപ്പോയി. യേശുവിനെ കണ്ടെത്തി. യേശുവിനോട് പറഞ്ഞ്, അപ്പാ ഗുരുവേ, എൻ്റെ മകൾ ദീനം പിടിച്ച് വീട്ടിൽ കിടക്കുന്നു, കർത്താവ് വന്ന് സൗഖ്യമാക്കണം. അവനൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, കർത്താവേ എൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് പറഞ്ഞാൽ സൗഖ്യമാകും. എന്നാൽ വാക്കിന് വേണ്ടിയല്ല, യേശുവിനെ വിളിച്ചിട്ട് തൻ്റെ ഭവനത്തിലേക്ക് പോകുകയാണ്. യേശുവിനെല്ലാം അറിയാം, എന്ത് സംഭവിക്കുന്നെന്നറിയാം, സാഹചര്യം എന്തെന്നറിയാം. എന്നാൽ ഒന്നും അറിയാത്ത ഏറോസ് യേശുവിൻ്റെ കൂട്ടത്തിൽ വരികയാണ്.
പെട്ടെന്നാണ് ആ സംഭവം നടന്നത്. എയ്റോസിൻ്റെ അടുത്ത് വന്ന് ചിലർ പറയുകയാണ്, ഗുരുവിനെ അസംഖ്യപ്പെടുത്തണ്ട, കാരണം മകൾ മരിച്ചുപോയി. മരിച്ചവളെ അടക്കം ചെയ്യുവാൻ ശവപ്പെട്ടി ഞങ്ങൾ വാങ്ങിക്കഴിഞ്ഞു. മരിച്ചവളെ അടക്കം ചെയ്യുവാൻ കുഴിവെട്ടുവാൻ ചിലരെ ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇനി മരണ വീട്ടിൽ കരയുവാൻ ചിലരെയും ശമ്പളം കൊടുത്ത് വരുത്തിയിട്ടുണ്ട്. അടക്കത്തിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി പിതാവെന്ന നിലയിൽ താൻ വന്ന് ഞങ്ങളോടൊപ്പം ചില നിമിഷങ്ങൾ ചെലവ് ചെയ്ത് ആ അന്ത്യ ചുമ്മരമെല്ലാം കൊടുത്ത് ആ കൊച്ചിനെ കൊണ്ട് നമുക്ക് അടക്കം ചെയ്യാം, അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം വരുത്തിക്കോ എന്ന അർത്ഥത്തിലാണ് എയ്റോസിനെ വിളിക്കുവാൻ വന്നത്. വന്നവർ പറഞ്ഞ വാക്ക് യേശു കേട്ടു. യേശു കേട്ടിട്ട് അവനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, നീ വിശ്വാസമുള്ളവനായിരിക്കുക. ആമേൻ. വിശ്വാസം ദൈവ മഹത്വത്തെ കൊണ്ടുവരും. വിശ്വാസം ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, മരിച്ചത് ജീവനോട് എഴുന്നേൽപ്പിക്കുവാൻ ലോകത്തിൽ ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, വൈദ്യശാസ്ത്രത്തിന് കഴിയത്തുമില്ല. മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആ മകനോട് ചേർന്ന് ആ ഭവനത്തിലേക്ക് പോവുകയാണ്. ആ ഭവനത്തിൻ്റെ അകത്ത് പോകുമ്പോൾ ആ മരണ വീടിൻ്റെ അന്തരീക്ഷം നമുക്ക് കാണാൻ കഴിയും. ആ വീട്ടുകാരുടെ മനോഭാവം നമുക്ക് കാണുവാൻ കഴിയും. വീട്ടിൽ വന്നിരിക്കുന്ന ജനത്തിൻ്റെ മനോഭാവം നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ എൻ്റെ ഭാവനയെ ചിന്തിക്കുകയാണ്. ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു, മരിച്ച അല്പനേരമായി. ആ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇനി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ആ വീട്ടുകാർക്ക് വിശ്വാസമായി മരണം ഉറപ്പിച്ചു കഴിഞ്ഞു. വീട്ടിൽ കരയുന്നവർ വന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം യേശു അവിടെ വന്നിട്ട് പറയുകയാണ്, ബാല്യക്കാരത്തി മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്ര ചെയ്യുന്നത്. ഇത് കേട്ട ഉടനെ ചിരിക്കുവാൻ ചിലരുണ്ടായിരുന്നു, കളിയാക്കുവാൻ ചിലരുണ്ടായിരുന്നു. യേശുവിനെ കളിയാക്കിയ സമൂഹം ഇന്നും പലരെയും കളിയാക്കും, ഇന്നും പലരെയും നിന്ദിക്കും, പല ദൈവദാസന്മാരെയും അപവാദങ്ങൾ പറയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതൊന്നും കാര്യമാക്കാതെ വിശ്വസിക്കുവാൻ താങ്കൾക്ക് കഴിയുമോ? യേശു ആ അപ്പനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ആ റൂമിൻ്റെ അകത്ത് വന്നിട്ട് ആ ചെറുപെണ്ണിൻ്റെ കൈക്ക് പിടിച്ച് തലയിത്താകുമി എന്ന വാക്ക് പറഞ്ഞപ്പോൾ മരിച്ചു പോയവൾ എഴുന്നേറ്റ് ഇരുന്ന് ആഹാരം കഴിച്ചു എന്ന് പറയപ്പെടുന്നു. അതെ, മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ, പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ, രോഗത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ, ഭൂതത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ, അഞ്ചാമതായി പാപത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ. പാപം ക്ഷമിക്കപ്പെടുവാൻ ഈ ലോകത്തിൽ മനുഷ്യർ നെട്ടോട്ടമോടുകയാണ്. എവിടേക്ക് യാത്ര ചെയ്യുന്നു, എന്തൊക്കെയോ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു. എന്നാൽ പാപം ക്ഷമിക്കുവാൻ കഴിയുന്ന ഒറ്റ ദൈവമേ ഉള്ളൂ, ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ഒരുപക്ഷെ താങ്കൾക്കൊരു ചോദ്യമുണ്ടാകാം, ഈ പാപം ക്ഷമിക്കുവാൻ എങ്ങനെ യേശുവിന് മാത്രം കഴിയും എന്ന് ഈ പാസ്റ്റർ പറയുന്നു. അതെ, യേശുവിനല്ലാതെ ഈ ലോകത്തിൽ പാപത്തെ ക്ഷമിക്കുവാൻ, പാപത്തിൻ്റെ മേൽ അധികാരമുള്ളത് മറ്റാർക്കുമില്ല, മറ്റൊരു വ്യക്തിക്കുമില്ല, മറ്റൊരു ശക്തിക്കുമില്ല. താങ്കൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്നറിയാമോ? മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി ക്രൂസിൽ യാഗമായി ശത്രുവിനെ തലയെ തകർത്ത, രക്തം ചൊരിഞ്ഞ ഒരേ ദൈവമേ ഉള്ളൂ, യേശു മാത്രം. അതുകൊണ്ടാണ് ഭക്തൻ പറഞ്ഞത്, ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. ആ കർത്താവായ യേശു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അധികാരമുള്ളവൻ താങ്കളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. രോഗം, പാപം, പൈശാചിക ബന്ധനം, പ്രപഞ്ചത്തിൻ്റെ ശക്തി, മരണം, ഏത് വിഷയമായാലും കർത്താവ് നമുക്ക് വിടുതൽ തരും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും നാഥനായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചാലും, രോഗികൾ സൗഖ്യമാകട്ടെ,
ബന്ധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, രോഗത്തിൻ്റെ കെട്ടുകളിൽ നിന്ന്, ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന് ജനത്തെ വിടുവിക്കും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഈ പ്രോഗ്രാമെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി അറിയിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.